നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അത് നെയ്മർ ജൂനിയർ FC ബാഴ്സലോണ വിട്ട് PSG ചേക്കേറിയതാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ടോപ്പ് 5 ലീഗുകളിൽ നമ്മൾ സെപ്പറേറ്റ് എടുത്താൽ ഓരോ ലീഗിലെയും മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫർ ഏതായിരുന്നു, ആർക്കാണ് ഏറ്റവും അധികം തുക ലഭിച്ചത്, ഇത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലാലീഗ എടുക്കാം. ലാലീഗയിൽ ഏറ്റവും ഉയർന്ന തുകക്ക് ട്രാൻസ്ഫറായിട്ട് എത്തിയ ആൾ തീർച്ചയായിട്ടും ഫിലിപ്പെ കുട്ടിഞ്ഞോയാണ്. അദ്ദേഹത്തെ ലിവർപൂളിൽ നിന്ന് 2017-18 ബാഴ്സലോണ സ്വന്തമാക്കിയത് 135 മില്യൺ യൂറോക്കായിരുന്നു. ആ ട്രാൻസ്ഫർ ഒരു ഫ്ലോപ്പായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചു. രണ്ടാമതുള്ളതും മറ്റൊരു ബാഴ്സ ട്രാൻസ്ഫർ തന്നെയാണ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് അതേ സീസണിൽ അവർ ഓസ്മാൻ ഡംബലയെ കൊണ്ടുവന്നു. ഏതാണ്ട് ഇതേ തുകക്ക് തന്നെ 135 മില്യൺ യൂറോയോളം വരുന്ന ഒരു തുകക്ക് തന്നെ അദ്ദേഹത്തെയും കൊണ്ടുവന്നു. പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് ബാഴ്സക്ക് ആ ട്രാൻസ്ഫറും ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. അവിടെ നിന്ന് പോയ അതേ ഡംബലെ ഇപ്പോൾ PSG പൊളിച്ചെടുക്കുന്നത് കാണുമ്പോൾ ബാഴ്സ ആരാധകർക്ക് തീർച്ചയായിട്ടും നിരാശയുണ്ടാവും. മൂന്നാമത് ജാവോ ഫെലിക്സ് ആണ്. 2019-20 അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കിയത് 127 മില്യൺ യൂറോക്കാണ്. ആ ട്രാൻസ്ഫറും ഒരു ഫ്ലോപ്പ് ട്രാൻസ്ഫറായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചു. നാലാമതാവട്ടെ ഏദൻ ഹസാർഡാണ്. 121 മില്യൺ യൂറോക്കാണ് 2019-20 സീസണിൽ ചെൽസിയിൽ നിന്ന് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ആ ട്രാൻസ്ഫറും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. അത് പക്ഷേ താരത്തിൻ്റെ പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ വല്ലാതെ വലച്ചപ്പോൾ സംഭവിച്ചതാണ്. അഞ്ചാമത് ആൻറ്റോൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് FC ബാഴ്സലോണയിലേക്ക് 120 മില്യൺ യൂറോക്ക് 2019-20 എത്തിയതാണ്. അക്കാലത്ത് നെയ്മർ ജൂനിയർ ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തിയേക്കുന്ന തരത്തിൽ വാർത്തകളും മറ്റുമൊക്കെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജോസഫ് മരിയ ബർത്തിയോമ്യു ഗ്രീസിയെ കൊണ്ടുവന്നത്. പിന്നീട് അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നു. നെയ്മറുടെ മടങ്ങി വരവ് തടയാൻ കൂടിയാണ് അയാൾ ഈ ഒരു ട്രാൻസ്ഫറിലേക്ക് പോയത് എന്ന്. അതേ ഗ്രീസി പക്ഷേ അധികമൊന്നും അവിടെ തുടരാതെ പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് തന്നെ തിരികെ പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ബാഴ്സലോണയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ്. ലാലീഗയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ്ങുകൾ ആദ്യ 5-ൽ 3 ബാഴ്സലോണ നടത്തിയതാണ്. അവിടെ നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് നോക്കിയാൽ പ്രീമിയർ ലീഗിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ് ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ വേർഡ്സാണ്. ഫ്ലോറിയൻ വേർഡ്സ് അദ്ദേഹത്തെ ഈ സീസണിൽ ലിവർപൂൾ സ്വന്തമാക്കിയത് 125 മില്യൺ യൂറോക്കാണ്. രണ്ടാമത് എൻസോ ഫെർണാണ്ടസിൻ്റെ സൈനിങ് ആണ്. അദ്ദേഹത്തെ പോർച്ചുഗീസ് ക്ലബ്ബിൽ നിന്ന് ചെൽസി 2022-23 സീസണിൽ സ്വന്തമാക്കിയത് 121 മില്യൺ യൂറോക്കായിരുന്നു. മൂന്നാമത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ട്രാൻസ്ഫറാണ്. ജാക്ക് ഗ്രീലിഷിനെ അവർ സ്വന്തമാക്കിയത് 2021-22 118 മില്യൺ യൂറോക്കായിരുന്നു. നാലാമതാവട്ടെ റൈസാണ്. അദ്ദേഹത്തെ ആഴ്സണൽ സ്വന്തമാക്കിയത് 2023-24 117 മില്യൺ യൂറോക്കാണ്. അഞ്ചാമത് കൈസേഡോയുടെ സൈനിങ് ആണ്. അദ്ദേഹത്തെ ചെൽസി 2023-24 സൈൻ ചെയ്തത് 116 മില്യൺ യൂറോക്കായിരുന്നു. ഇതാണ് പ്രീമിയർ ലീഗിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ്ങുകളെങ്കിൽ സീരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും വലിയ വില കൊടുത്തവർ സ്വന്തമാക്കിയ കളിക്കാരൻ അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോ 2018-19 സീസണിൽ റയൽ മാഡ്രിഡ് വിട്ട് യുവൻറ്റസിലേക്ക് ചേക്കേറിയത് 118 മില്യൺ യൂറോക്കായിരുന്നു. രണ്ടാമത് വരുന്നത് ഗോൺസാലോ ഹിഗ്വൈനാണ്. അദ്ദേഹം 2016-17 യുവൻറ്റസിൽ നാപ്പോളിയിൽ നിന്ന് യുവൻറ്റസിലേക്ക് ചേക്കേറിയത് 90 മില്യൺ യൂറോക്കായിരുന്നു. മൂന്നാമത് ഡാലോട്ടാണ്. അയാക്സിൽ നിന്ന് അദ്ദേഹം 2019-20 യുവൻറ്റസിലേക്ക് ചേക്കേറിയിരുന്നത് 86 മില്യൺ യൂറോക്കായിരുന്നു. നാലാമത് വ്ലഹോവിച്ചിൻ്റെ ട്രാൻസ്ഫറാണ്. അതും യുവൻറ്റസിൻ്റെ ട്രാൻസ്ഫർ തന്നെയാണ്. 2021-22 84 മില്യൺ യൂറോക്കാണ് അദ്ദേഹം യുവൻറ്റസിലേക്ക് എത്തിയത്. അടുത്തതും യുവൻറ്റസ് ട്രാൻസ്ഫർ തന്നെയാണ്. ആർദറിൻ്റെ ട്രാൻസ്ഫർ 81 മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ 2020-21 യുവൻറ്റസ് സ്വന്തമാക്കുന്നത്. ചുരുക്കത്തിൽ സീരിയയിലെ ടോപ്പ് 5 ട്രാൻസ്ഫറുകൾ ചരിത്രത്തിൻ്റെ കണക്കെടുത്താൽ ആ 5 ട്രാൻസ്ഫറും നടത്തിയത് യുവൻറ്റസ് ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അടുത്ത നമ്മൾ ബൂണ്ടസ് ലീഗയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ്ങുകളാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ഹാരി കെയ്ൻ തന്നെയാണ്. 2023-24 അദ്ദേഹം ടോട്ടൻഹാം ഹോട്ട്സ്പർ വിട്ട് ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയത് 95 മില്യൺ യൂറോക്കായിരുന്നു. രണ്ടാമത് വരുന്നത് ഹെർണാണ്ടസിൻ്റെ സൈനിങ് ആയിരുന്നു. അതും ബയൺ നടത്തിയതാണ്. 80 മില്യൺ യൂറോക്കാണ് 2019-20 അദ്ദേഹത്തെ അവർ സ്വന്തമാക്കിയത്.
അടുത്ത വീണ്ടും ബയണിൻ്റെ സൈനിങ് ആണ്. ലൂയിസ് ഡയസിനെ അവരിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് 70 മില്യൺ യൂറോക്കാണ്. അടുത്തത് 4-ാം സ്ഥാനത്ത് വീണ്ടും ബയണിൻ്റെ സൈനിങ് ആണ്. ഡിലൈറ്റിനെ അവർ യുവൻറ്റസിൽ നിന്ന് സ്വന്തമാക്കി 2022-23 67 മില്യൺ യൂറോക്ക്. വീണ്ടും ബയണിൻ്റെ സൈനിങ് ആണ്. 5-ാം സ്ഥാനത്ത് ഒലീസയെ അവർ സ്വന്തമാക്കിയത് 53 മില്യൺ യൂറോക്കായിരുന്നു പോയ സീസണിൽ. ഈ ടോപ്പ് 5 സൈനിങ് ബൂണ്ടസ് ലീഗയിലെടുത്താൽ 5ഉം ബയൺ മ്യൂണിക്കിൻ്റെതാണ് എന്നർത്ഥം. ഇനി ലീഗ് 1 സൈനിങ്ങുകൾ, അതിൽ മോസ്റ്റ് എക്സ്പെൻസീവ് എന്താ സംശയമെന്നേ, അത് സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ ബാഴ്സലോണയിൽ നിന്നുള്ള PSG ചേക്കേറലാണ്. 2017-18 222 മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കിയത്. പിന്നീട് ഒരിക്കലും അത്രയും വലിയൊരു തുക ഫുട്ബോൾ ട്രാൻസ്ഫറിൽ നമ്മൾ എടുത്ത് വീശുന്നത് കണ്ടിട്ടില്ല. രണ്ടാമത് കിലിയൻ എംബാപ്പയെ പാരീസ് സെൻ ജർമ്മൻ 2018-19 സ്വന്തമാക്കിയത് 180 മില്യൺ യൂറോക്കാണ്. മൂന്നാമത് വീണ്ടും പാരീസ് സെൻ ജർമ്മൻ തന്നെയാണ്. രണ്ടാൽ കൊലമുവാനിയെ 2023-24 95 മില്യൺ യൂറോ കൊടുത്താണ് PSG സ്വന്തമാക്കിയിരുന്നത്. നാലാമത് കിച്ച കവളസ്കേലിയയെ 2024-25 70 മില്യൺ യൂറോക്കാണ് സ്വന്തമാക്കിയിരുന്നത്. അഞ്ചാമത് വരുന്നതാവട്ടെ ഗോൺസാലോ റാമോസാണ്. പോർച്ചുഗീസ് സൂപ്പർ താരത്തെ 2023-24 65 മില്യൺ യൂറോ കൊടുത്താണ് PSG സ്വന്തമാക്കിയത്. അപ്പോൾ ഇതാണ് ടോപ്പ് 5 ലീഗുകളിലെ ടോപ്പ് സൈനിങ്ങുകളുടെ കണക്ക്. ഇത് അവർ അവിടെ പെർഫോം ചെയ്തതിൻ്റെ കണക്കല്ല, കൊടുത്ത പണത്തിൻ്റെ കണക്കാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.